ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കളിക്കാര് ക്ഷീണിക്കുമ്പോ ഗ്ലൂക്കോസ് കൊടുക്കുന്ന ഒരു ഏർപ്പാടില്ലേ, അതുപോലെ വല്ലപ്പോഴും ചെറിയൊരു സഹായം. കാര്യങ്ങളൊക്കെ നമ്മുടെ വഴിയെ തന്നെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ കണ്ടിരിക്കാൻ എന്ത് സുഖല്ലേ. അതിലും കൂടുതൽ ഉറപ്പൊന്നും എനിക്ക് തരാൻ പറ്റില്ല. അതിൽ കൂടി ഒരു വലിപ്പവും രാധികയ്ക്കില്ല അമ്മ. അമ്മ ഇത്രയും ഷാർപ്പായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല ചെറിയമ്മേ. ഇനിയിപ്പോ രാധിക ജീവൻ വെടിയോന്ന് പറഞ്ഞാ പോലും അമ്മയുടെ മനസ്സലിയില്ല. കൽപ്പനെ, കാത്തിരുന്ന് കാത്തിരുന്ന് നമുക്ക് വീണ് കിട്ടിയ കാര്യമായത്. ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുമെന്നതനുസരിച്ചിരിക്കും കണിമംഗലം നമ്മുടെ കയ്യിലെത്തുന്നത്. ചെറിയമ്മ നോക്കിക്കോ, ഇതുവരെ പറ്റിയ അബദ്ധം നമുക്ക് ഇനി പറ്റില്ല. കാരണം ഇത് മനസ്സും മനസ്സും തമ്മിലുള്ള യുദ്ധ. വേണ്ട എരിവും പുളിയും തീപ്പൊരിയും നമ്മൾ അങ്ങ് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഇത് എല്ലാവരുടെയും നെഞ്ച് കത്തിച്ചോളും. എന്തായാലും നന്നായി. ആദർശത്തിന്റെ പേര് പറയുന്ന കണിമംഗലത്തുകാർക്ക് നെറുകയിൽ കിട്ടിയ അടിയാ രാധിക. ഇതൊക്കെ അറിഞ്ഞിട്ടും പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാതിരിക്കുന്നത് അമ്മയാ. വരുണിനും രാധികയ്ക്കും അമ്മ തന്നെയാ തണല്. ആ തണൽ മരവും വെട്ടിക്കളയാൻ സമയമായിട്ടുണ്ട്. അധികം താമസിയാതെ അതും സംഭവിക്കും. അച്ഛൻ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി പറയും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ. അങ്ങനൊരു വാക്ക് അച്ഛന്റെ നാവീന്ന് വന്ന ഇപ്പൊ നമ്മളെക്കാൾ ഉന്മേഷത്തോടെ ഓടിച്ചാടി നടക്കുന്ന മുത്തശ്ശി ഇരിപ്പാവും. പിന്നെ കിടപ്പുവാവും. പ്രിയങ്കേ, രാധിക അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിരിക്ക. പാടി ഉറക്കാനായിരിക്കും അല്ലേ? എന്റെ കൃഷ്ണ, എന്തിനാ ഈ നരകയാതന എനിക്ക് തരുന്നത്? എനിക്ക് എങ്ങനെയാ വരുണ്ണ വെറുക്കാൻ പറ്റുക? എങ്ങനെയാ അകറ്റി നിർത്താൻ പറ്റുക? അയ്യോ പാവം. ഭഗവാനെ, പ്രിയങ്കയ്ക്ക് ധൈര്യം കൊടുക്കുമ്പോഴും അത് പൂർണ്ണമായി എനിക്ക് പറ്റുന്നില്ലല്ലോ. മനസ്സുകൊണ്ട് സ്വീകരിച്ച ഒരാളെ എങ്ങനെയാ ഞാൻ? എനിക്കാവില്ല. മുഖത്ത് നോക്കി വെറുക്കുന്നു എന്ന് പറഞ്ഞാലും അങ്ങനെ വെറുക്കാൻ എനിക്കാവില്ല. വന്നേ.
കേട്ടില്ലേ ചെറിയമ്മേ, അസ്ഥിക്ക് പിടിച്ചിരിക്കുക. ഏട്ടത്തി എന്ത് കർക്കശ നിലപാട് പറഞ്ഞാലും അവളെ ഏട്ടത്തിയെ പറ്റിക്കും. നടക്കട്ടെ ചെറിയമ്മേ. ദേ, പ്രിയങ്കയും രാധികയും തമ്മിൽ അകറ്റാൻ അവൾ ഈ പറഞ്ഞതൊക്കെ ധാരാളമല്ലേ. തമ്മില് പിണങ്ങണം, അവര് തമ്മില് പരസ്പരം കൊല വിളിക്കണം. പറ്റുമെങ്കിൽ ഒരാള് മറ്റേ ആളെ കൊല്ലണം. സിനിമാ ഷൂട്ടിങ്ങിനിടെ സംഭവിച്ച പിഴവൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല. നമ്മള് കരക്കിരുന്ന് കളി കണ്ടാ മതി. ഈ കളിക്കാര് ക്ഷീണിക്കുമ്പോ ഗ്ലൂക്കോസ് കൊടുക്കുന്നൊരു ഏർപ്പാടില്ലേ, അതുപോലെ വല്ലപ്പോഴും ചെറിയൊരു സഹായം. കാര്യങ്ങളൊക്കെ നമ്മുടെ വഴിയെ തന്നെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ കണ്ടിരിക്കാൻ എന്ത് സുഖല്ലേ. എന്തു പറ്റി മാഡത്തിന്? അറിയില്ല, ഉറങ്ങാൻ കിടന്നതാ. ലൈറ്റ് കിടക്കുന്ന കണ്ടപ്പോഴാ ഞാൻ എണീറ്റ് വന്നു. വാ ചോദിക്കാം. എന്തു പറ്റി മാഡം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങളുടെ ചുവട്ടിലാണല്ലോ മാലിനി ഞാൻ നിൽക്കുന്നത്. രാധികയുടെ കാര്യം ആലോചിച്ചിട്ടാ എനിക്ക് ഉറക്കം കിട്ടാത്തത്. എന്തു പറ്റി? എല്ലാം സേഫാണെന്ന് ഇന്ന് വൈകുന്നേരം കൂടി മേഡം എന്നോട് പറഞ്ഞതാണല്ലോ. സേഫ് ആണ്, ഞാനാണ് അവളുടെ പെറ്റമ്മയെന്ന് അവളിപ്പോ കുറെയെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എനിക്കധികം കാത്തിരിക്കാനൊന്നും വയ്യ. എത്രയും പെട്ടെന്ന് രാധികയെ കൊണ്ട് പ്രമാണം ഒപ്പിട്ട് വാങ്ങണം. അതിനുള്ള മാർഗമാ നോക്കേണ്ടത്. എങ്കിലത് ചെയ്യൂ മേഡം. പിന്നെ അവളെ കാണേണ്ട കാര്യമോ വിശ്വസിക്കേണ്ട കാര്യമോ ഇല്ലല്ലോ. മാലിനി, നാളെ തന്നെ അതിനുള്ള മാർഗങ്ങൾ നോക്കണം. അഡ്വക്കേറ്റിനെ വിളിച്ച് രാധികയുടെ പേരിലാകാൻ സാധ്യതയുള്ള ശ്യാമയുടെ സകല സമ്പാദ്യങ്ങളും ഇഷ്ടദാനമായി എന്റെ പേർക്ക് എഴുതാനുള്ള പേപ്പർ ശരിയാക്കാൻ പറയണം. നാളെ രാവിലെ തന്നെ.